കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. പഴയ മലയാളം പാട്ടാണ്. മനോഹരമായ പാട്ട്. ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ പാടിയതല്ല. എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് വെച്ചാൽ, നിർത്താതെ കരച്ചിലും നിലവിളിയും സാമൂഹ്യ മാധ്യമം മുഴുവൻ, നമ്മുടെ അരിപ്പൂ മുതൽ പണിക്കർ വരെ പൊട്ടി പൊട്ടി കരയുന്നു. എന്ത്? ആദിലയോടും നൂറയോടും അനീതി കാട്ടിയത് സഹിക്കാനാവാതെ നെഞ്ചകം പൊട്ടി തകരുന്നു. പൊട്ടൻഷ്യൽ ജിഹാദിയായ ഞാൻ ആദിലയെയും നൂറയെയും കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് അരിപ്പൂവിന് സഹിക്കുന്നില്ല. പണിക്കർക്ക് വല്ലാത്ത ദുഃഖം. 26 വയസ്സുള്ള ഭാരതിയെയും 20 വയസ്സുള്ള സുമിത്രയെയും കൂടെ വിളിക്കട്ടെ? വേണോ പെങ്ങന്മാരായിട്ട്? അരിപ്പൂവിന് വേണോ? അവരോട് കാണിക്കുന്ന അനീതിയിൽ എന്തെങ്കിലും വേദനയുണ്ടോ? നിർബന്ധമായും ഒന്ന് വിളിച്ചൂടെ? കഷ്ടമല്ലേ? അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി 5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ തൊണ്ടയിൽ പാൽ കുരുക്കി കൊന്നുകളഞ്ഞെന്നേ ഉള്ളൂ. കുറ്റാരോപണം ഒരിക്കലും ഒരാളിനെയും കുറ്റവാളിയാക്കുന്നില്ല. ആരോപണം മാത്രമാണ്. ഇനി തെളിയിക്കാൻ കുറേ കാലം എടുക്കും. കോടതി തെളിയിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ കുറ്റവാളിയാവുന്നത്. അതുവരെ ഈ ഭാരതിയെയും സുമിത്രയും ഒന്ന് സംരക്ഷിച്ചൂടെ? അവരുടെ അഭിമാനം ഒന്ന് കാത്തു സൂക്ഷിച്ചൂടെ അരിപ്പൂ? ലെസ്ബിയൻ എന്ന സ്വർഗാനുരാഗത്തെ നിയമവും സമൂഹവും ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും അതിനെ തലയിലേറ്റി ചുമന്നുകൊണ്ട് നടന്ന് അങ്ങ് കരയുകയാണ്. ആ കരയുന്നതിന് ഒരു സവിശേഷത കൂടിയുണ്ട്. ഇന്നലെ ഒരാളെൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ആ പോസ്റ്റിട്ട ആളിൻ്റെ പേര് ജോയി പന്തലൂക്കാരൻ. ജോയി പന്തലൂക്കാരൻ പോസ്റ്റിട്ടതെന്താണെന്നറിയോ? വളരെ ഗൗരവമായ ഒരു കുറിപ്പായിരുന്നു. പന്തലൂക്കാരൻ എഴുതിയത്, ആദില BB 7 വ്യക്തിത്വവും തൻ്റെ ഇടവും വ്യക്തമായ നിലപാടും ധീരതയും ചരിത്രം സൃഷ്ടിച്ച് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ ഒരേ ഒരാൾ തൻ്റെ പങ്കാളിയെ വിട്ടുകിട്ടാൻ മതമൂല്യവാദികളോടും പ്രാകൃത ചിന്തയ്ക്ക് അടിമപ്പെട്ട മാതാപിതാക്കളോടും ബന്ധുക്കളോടുമെതിരെ കേടതിയിൽ കേസ് കൊടുത്ത് പങ്കാളിയെ വീണ്ടെടുത്ത് വിജയിച്ച ആദില ഇടയ്ക്ക് വീണു പോകുമായിരുന്ന പെൺകുട്ടികൾ ആദിലയും നൂറയും സ്വന്തം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തിമിർത്താടി ആത്മരതി അനുഭവിച്ച് സ്കലിപ്പിച്ച്, ഒരു പോസ്റ്റല്ല 2 പോസ്റ്റുണ്ട്, മതഭ്രാന്തിന് അടിമപ്പെട്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഇത് കണ്ട് ഈ ജോയി പന്തലൂക്കാരനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, പന്തലൂക്കാരൻ എന്തൊരു വിശാല ഹൃദയനായ ആശാനാണ്, നല്ല മനുഷ്യൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഒന്ന് തിരഞ്ഞപ്പോഴാണ് കണ്ടത്. ഓഗസ്റ്റ് 12-ാം തീയതി പന്തലൂക്കാരൻ ഒരെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ വായ മൂടിക്കെട്ടിയവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വെച്ചാൽ ലവ് ജിഹാദിനെതിരെയാണ്. എന്ന് വെച്ചാൽ ഒരു ജാതിയിൽപ്പെട്ട പെണ്ണിനെ വേറൊരു ജാതിയിൽപ്പെട്ട പുരുഷൻ കെട്ടിയതിന് നിലവിളിച്ച ജോയി പന്തലൂക്കാരൻ എന്ന് പറയുന്ന ഈ പന്തലൂക്കാരൻ നാറിയാണ് ആദിലയുടെയും നൂറയുടെയും അവകാശത്തെക്കുറിച്ച് അവനിങ്ങനെ എന്താ പറയുന്നത്, ഈ നമ്മൾ സാധാരണ പറയല്ലോ ഓറൽ ഡിസെൻട്രി എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വയറിളകുകയാണ്. ഈ ജോയി പന്തലൂക്കാരൻ ഈ പറയുന്നത് പോലെ അത്രമേൽ വ്യാജനല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അങ്ങ് എഴുതിയത്. എന്നാൽ അങ്ങനെ അങ്ങ് തുറന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ പണിക്കരും അതുപോലെ തന്നെ അരിപ്പൂവും സ്നേഹ ശ്രീകുമാറുമെല്ലാം എന്തനീതിക്കെതിരെ, അവരെ അപമാനിച്ചതിനെതിരെ, അവരെ കുറ്റപ്പെടുത്തിയതിനെതിരെ, അവരെ ശകാരിച്ചതിനെതിരെ, സ്ത്രീത്വത്തെ വേദനിപ്പിച്ചതിനെതിരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സുമിത്രയും ഭാരതിയെയും കൂടെ വിളിക്കട്ടെ? ഈ സമൂഹത്തിലൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾ ചില പ്രത്യേക വിഭാഗത്തിലും ചില പ്രത്യേക രൂപഭാവങ്ങളിലും ഒക്കെ ആണെങ്കിൽ, നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലായിരുന്നോ? ചില സവിശേഷമായ കുട്ടികളോട് ആങ്ങളമാരാകാൻ വേണ്ടി ഭയങ്കര തെള്ള ഒരുപാട് പേര്, തള്ളോട് തള്ള. ചിലർക്ക് ആങ്ങളമാരില്ല, മറ്റു ചിലർക്ക് ആങ്ങളമാരെ കൊണ്ട് ബഹളം. അറിഞ്ഞൂടെ? അതിപ്പോൾ എവിടെ ചെന്നാലും, നമ്മളിപ്പോൾ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ സവിശേഷമായ ചില പെങ്ങന്മാർക്ക് വേണ്ടി ചില ആങ്ങളമാരുണ്ടാവും. അവർക്ക് ബിരിയാണി വേണോ, കറി വേണോ, വെള്ളം വേണോ, ഇതെടുത്തെടുത്ത് കൊടുക്കും. എന്നാൽ അതേ ജന്മത്തിൽപ്പെട്ട അതേ വിഭാഗത്തിൽപ്പെടുന്ന മറ്റു ചിലരുണ്ട്, അവർക്കാർക്കും ആങ്ങളമാരില്ല. ഒരു ട്രെയിനിൽ നിന്നൊരു പെങ്കൊച്ചിനെ തള്ളി ചവിട്ടി പുറത്തിട്ട് ആ അമ്മ നിലവിളിക്കുന്നുണ്ട്, ജീവിക്കാൻ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞ്. ഏത് ഫെമിനിസ്റ്റുകൾ, ഏത് ആങ്ങളമാർ പോയി അതിൻ്റെ പിന്നാലെ? ആരെങ്കിലും പോയോ? അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചോ? ഇല്ല. ഇവിടെ നമ്മുടെ വല്ല തഞ്ചാലിമൂട്ടിലൊരു സ്ഥലത്ത് ഒരുത്തൻ മണ്ണിൽ പുതഞ്ഞ് മരിച്ചുപോയി. അവൻ്റെ സഹോദരങ്ങൾ നിലവിളിച്ചെങ്ങനെയാണെന്നറിയാമോ? മൂത്ത മോളെ കെട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് അയാൾ ഈ അവധി പോകാതെ ജോലി ചെയ്തത്. ആ പെണ്ണിനെ ആരെങ്കിലും തിരക്കുന്നു? ഇതുപോലെ എത്ര സ്ത്രീകൾ, അവരുടെ ഒന്നും അവകാശത്തെക്കുറിച്ച് യാതൊരു വാചാലതയില്ല. ഇവിടെ അങ്ങ് കരച്ചിലോടെ കരച്ചിൽ. നമ്മുടെ ഈ സുഹരി ഉസ്താദ് 2 കമൻറ്റിൽ ചോദിച്ചിരിക്കുന്ന 2 കാര്യമുണ്ട്.
ഒന്ന് പണിക്കർ ആ സങ്കടം സഹിക്കാൻ വയ്യാതെ ആദിലയോടും നൂറോയോടും ചെയ്ത ആ കുടിൻ ചതി സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഭയങ്കരമായി വേദനിച്ചൊരു പോസ്റ്റ് ഇട്ടു. എന്നിട്ട് അതിൽ അൻസാരി സൂരി ഉസ്താദ് എഴുതി എന്താ പറയുക, ആ പോസ്റ്റ് ഇട്ടിട്ട് നേരെ പുള്ളി കയറി കഥ പറച്ചു. തൻ്റെ ഏക മകളെ ഒരിക്കലും എവളുമാരെ പോലെ ആകല്ലേ എന്ന് പ്രാർത്ഥിച്ചും കാണും. അല്ലേ തയ്യാറുണ്ടോ ഇതുപോലെ ആക്കാൻ, ഇതുപോലെ പെയർ ചെയ്യിക്കാൻ, ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ? എന്നിട്ട് നമുക്ക് ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം. പറ്റുമോ? പറ്റത്തില്ല. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ലൊരു ചേല്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ അരിപ്പൂ എഴുതിയതിൻ്റെ അടിയിൽ ഇദ്ദേഹം വന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അൻസാരി സൂരി ഉസ്താദ്. എന്താണെന്നറിയോ, ആ കുട്ടികൾ പറഞ്ഞത്രേ, ആരാണ്ടൊരാൾ നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞു വന്നു, അത് നീയാണോടാ കൊച്ചു കള്ളാന്ന്. പുള്ളി വേണമെങ്കിൽ അതിനും തയ്യാറാണ് അരിപ്പൂവിന്. എന്താണെന്നറിയോ, അരിപ്പൂ വേണമെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് പറയും, കോയാമാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ 4 കെട്ടി. അപ്പോൾ സമാജംകാരെല്ലാം കൂടെ നിൽക്കും. 4 കെട്ടിയ അരിപ്പൂവിന് അഭിവാദ്യങ്ങൾ, അരിപ്പൂവിന് അഭിവാദ്യങ്ങൾ. അങ്ങനെയാണല്ലോ അരിപ്പ് ജീവിച്ചു പോരുന്നത്. ഇവരെ പറ്റിച്ചാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ പറ്റിക്കാൻ പോയി ജീവിച്ചപ്പോൾ ഒരുത്തനെ തിരിച്ചു തന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ഈ CD ഒക്കെ ഉള്ള സമയത്ത് കമ്പ്യൂട്ടറിനകത്തോട്ട് ചില സാധനം ഇടുമ്പോൾ അതേ സ്പീഡിൽ തിരിച്ചു വരും. അതായത് മാരിയോ ജോസഫായി അങ്ങോട്ട് പോയത് സുലൈമാനായി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുള്ളി സുഖമായിട്ട് അവിടെ ഇരിക്കുക. വേണമെങ്കിൽ പുള്ളി കെട്ടും, എന്നിട്ട് പറയും കോയാമാരെ പറ്റിക്കാനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് സുമിത്രയും ഭാരതിയെയും കൂടെ വിളിക്കട്ടെ. ഒരാൾക്ക് 20 വയസ്സ്, ഒരാൾക്ക് 26 വയസ്സ്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തടസ്സമായിട്ട് 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നേ ഉള്ളൂ. നവംബർ 5-ന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കാശ് മുടക്കാമെങ്കിൽ അവരെ ജാമ്യത്തിലിറക്കാം. എന്നിട്ട് അരിപ്പൂ പെങ്ങളായിട്ട് എടുക്കാവോ രണ്ടുപേരെയും കൂടെ? ഒത്ത കറക്റ്റ് പ്രായമാണ്, ആങ്ങളയുടെ പ്രായമായിട്ട് ഒക്കും ഈ പെങ്ങന്മാർ. എന്നിട്ട് അവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നമുക്ക് പ്രസംഗിപ്പിക്കാം. അവകാശങ്ങളെക്കുറിച്ച്, അഭിമാനത്തെക്കുറിച്ച്. വേണമാ വേണ്ടായാ? ഈ കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്നത് നിയമപ്രകാരം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കുറ്റാരോപണം മാത്രമാണ്. അയാൾ കുറ്റവാളി ആയില്ല. അവർ രണ്ടുപേരും കൊന്നു എന്നേ പറയുന്നുള്ളൂ. അവർ രണ്ടുപേരെ സ്നേഹിച്ച് നിൽക്കുന്ന പടമുണ്ട്. നമുക്കിപ്പോൾ ഈ നൂറാടെയും ആദിലയുടെയും കാര്യം പറയുന്ന പോലെ തന്നെ പറയാം. ഭാരതി സുമിത്രയെ സ്നേഹിച്ചു പോയി, അതിലെന്താ തെറ്റ്? സുമിത്രയ്ക്ക് ഭാരതിയോടൊരു ഇഷ്ടം തോന്നിപ്പോയി, അതിൽ വല്ല തെറ്റുമുണ്ടോ? അവർക്കിടയിൽ സ്നേഹം അനുരാഗമായി വളർന്നു. ആ അനുരാഗം കിളിക്കൊഞ്ചലായി മാറി. ആ കിളിക്കൊഞ്ചൽ പൂവിട്ടു, കാ പിടിച്ചു. ആ കാ തിന്നുന്ന ആരിപ്പൂ, സ്നേഹ, ശ്രീകുമാറെ, പണിക്കരെ, ഇവരെല്ലാവരെയും കൂടെ കൂട്ടാൻ നമുക്ക്. പിന്നെ ഇതിന് മുമ്പ് ചിലരുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞ് ആഘോഷിച്ചിരുന്നവർ. അവരെല്ലാം ഇപ്പോൾ പല വഴിക്കായി. പണ്ട് ഇതുപോലെ 1-2 പേരെ കൊണ്ടുവന്ന് ആഘോഷിച്ചിരുന്നു, ഒരുമിച്ച് കല്യാണം കഴിച്ച 2 ആൺകുട്ടികളെന്നും പറഞ്ഞ്. അപ്പോൾ അത് 2 വഴിക്കായി, തേരാപാരായി. ഇത് ആഘോഷിക്കുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നിർബന്ധമായും സുമിത്രയെയും ഭാരതിയെയും കൂടെ വിളിപ്പിക്കണം. എന്നിട്ട് സുമിത്ര ഭാരതി അരിപ്പ് എന്ന് പറയുന്ന ഒരു ജോഡി ഉണ്ടാക്കണം. എന്നിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. റെഡിയാണെങ്കിൽ ഞാനും റെഡി.